കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജലസ്രോതസ്സുകളിലെ ക്ലോറിനേഷൻ പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വീടുകളിലും സ്ഥാപനങ്ങളിലും ശുദ്ധജലം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തുന്ന പദ്ധതിക്ക് തുടക്കമായി. ശുദ്ധജലം ഉറപ്പാക്കുക, രോഗപ്രസരണം തടയുക, ഭക്ഷ്യസുരക്ഷയ്ക്ക് കരുത്തേകുക, മികച്ച ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ പദ്ധതി അസോസിയേഷൻ നടത്തുന്നത്. മൂവാറ്റുപുഴ യൂണിറ്റിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. KHRAയുടെ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഈ ഒരു യൂണിറ്റ് ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ക്ലോറിനേഷൻ, ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പദ്ധതി. സന്തോഷം തോന്നി ഇങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് ഇവർ മുമ്പോട്ട് വന്നപ്പോൾ. കാരണം ഏറ്റവും അധികം രോഗം പരത്തുന്നത് ജലസ്രോതസ്സുകളാണ് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുകയാണ്. ഹോട്ടലിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഈ വെള്ളം എന്തുമാത്രം വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും, കുടിക്കാൻ പറ്റും എന്നുള്ള ആശങ്ക പൊതുജനങ്ങൾക്കുണ്ട്. പക്ഷേ ഈ ഒരു കൺസേണിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് KHRAയുടെ ടീം മുമ്പോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു സന്തോഷം. മൂവാറ്റുപുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 3 പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നഗരമാണ്. പക്ഷേ ഈ പുഴകൾ മലിനമാക്കപ്പെടുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അപ്പോൾ ഇവർ ക്ലോറിനേഷൻ, അതായത് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് ആ ഒരു ജലത്തെ മാലിന്യമുക്തമാക്കുവാനായിട്ടുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ്. അപ്പോൾ ഈ ഒരു ക്ലോറിനേഷൻ കൃത്യമായി നടത്തുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് ഹോട്ടൽ അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആരോഗ്യകരമായ നാളേക്ക് ശുദ്ധജലത്തെ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംസ്ഥാനമൊട്ടാകെ നടത്തുന്നതെന്ന് സംസ്ഥാന ഭാരവാഹികളായ MP ഷിജു, അനിൽ CK എന്നിവർ പറഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന ലെവലിലുള്ള ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ ഹോട്ടൽ, ബേക്കറി അല്ലെങ്കിൽ ഭക്ഷണ സാധനം ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കിണർ, അതുപോലെ തന്നെ ബോർവെല്ല്, അതുപോലെ തന്നെ കുളം തുടങ്ങിയ ഏതെല്ലാം സ്ഥലത്തു നിന്നാണോ വെള്ളം എടുക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ പാത്രം കഴുകുന്നതിനും കൈ കഴുകുന്നതിനും അടക്കമുള്ള വെള്ളം ശുദ്ധീകരിക്കുക എന്നുള്ളൊരു വലിയ ഒരു പദ്ധതിയാണ് KHRA ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. KHRA മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശ് ബാലകൃഷ്ണൻ, സെക്രട്ടറി ഷാനിദ് ഹമീദ്, ട്രഷറർ റൈജു, വർക്കിംഗ് പ്രസിഡന്റ് KJ തങ്കച്ചൻ, ജോയിന്റ് സെക്രട്ടറി വിനീത്, എക്സിക്യൂട്ടീവ് അംഗം സലാം എവറസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.